ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. തുടക്കം ആദ്യ പ്രതികരണം എങ്ങനെ? ഫസ്റ്റ് റിവ്യൂ വരുമ്പോൾ സിനിമ മികച്ച പ്രതികരണമാണ് എങ്ങു നിന്നും കേൾക്കുന്നത്. ഇന്നലെ നമുക്ക് പ്രിവ്യൂ റിപ്പോർട്ടുകൾ ലഭിച്ചപ്പോൾ തന്നെ സിനിമയ്ക്ക് മികച്ച ഒരു പ്രതികരണമായിരുന്നുവെങ്കിൽ ഇന്ന് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യ പകുതി അതിഗംഭീരമെന്ന് എല്ലാവരും വിധി എഴുതിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് വിസ്മയ മോഹൻലാലിൻ്റെ പ്രകടനം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരാളുടെ ഒരു പ്രകടനത്തെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പുതുമുഖ നടിയാണ്. ഇതിനു മുമ്പ് അവർ വേറൊരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ അച്ചടക്കത്തോടെയും കൈയടക്കത്തോടെയുമാണ് അവർ ആ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു പുതുമുഖ നായിക ആയിട്ട് നമുക്ക് തോന്നില്ല. അത്രത്തോളം മനോഹരമായിട്ട് അത് ക്രാഫ്റ്റ് ചെയ്ത് അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഒപ്പം ഇതിനകത്തിൽ ജാഫർ ഇടുക്കി എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇതിനകത്തിൽ ഒരുപാട് നമുക്കറിയാം സീനിയർ ആക്ടേഴ്സുണ്ട്. അവരുടെ എല്ലാവരുടെയും അവർക്ക് ഒരിക്കൽ കൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ലഭിക്കുന്ന ഒരു അവസരമെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും സായികുമാറൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്തിൽ ഓരോ ജിബിൻ ഗോപിനാഥ് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ചൊറിയൻ പോലീസുകാരനായി എത്തുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അതിമനോഹരമായി അതിഗംഭീരമായിട്ടുള്ള ഒരു തുടക്കമാണ്. അത് തുടക്കം എന്നല്ല, അതിഗംഭീര തുടക്കമെന്നാണ് ഈ സിനിമയുടെ പേരിടേണ്ടിയിരുന്നത്. സിനിമയുടെ കഥയാണെങ്കിലും പ്ലോട്ടാണെങ്കിലും അതേപോലെ തന്നെ സുചിത്ര മോഹൻലാൽ അവർക്ക് അദ്ദേഹത്തിന് ഒരു വാച്ച് സമ്മാനിച്ചു. ഈ ഒരു സിനിമ അതിഗംഭീരമായിരിക്കും, അതിമനോഹരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ വരുന്ന റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും രാവിലെ 9:30 കൂടിയാണ് കേരള ബോക്സ് ഓഫീസ് അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ റീസെയിൽ കളക്ഷൻ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാവരും തുടക്കക്കാരിയുടെ എങ്ങനെയാണ് അത് വെച്ച് സിനിമ മുന്നോട്ട് പോകുന്നത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും സിനിമ ഒരു പിടി തന്നെ മുന്നിൽ നിന്ന് ജൂഡിന്റെ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറിയാം സിനിമയുടെ എക്സൈറ്റ് ആയിട്ടുള്ള റിവ്യൂകൾ നമുക്ക് പ്രതീക്ഷിക്കാം. 11:30-11:45 കഴിയുമ്പോഴത്തേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുമല്ലോ. എന്തായാലും ഈ ഒരു സിനിമ ഒരു വമ്പൻ ഹിറ്റ് ആകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മോഹൻലാൽ ഇരുന്നത് എങ്ങനെയാണോ അതിൽ തന്നെ അത് എത്തുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാമറ റോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ് വരുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു നിമിഷം മതി, ആ ഒരു നോട്ടം മതി തിയേറ്ററുകൾ തീപ്പറമ്പാകാൻ അല്ലെങ്കിൽ ആളിക്കത്താൻ എന്നുള്ളത് നമുക്കറിയാം. അക്ഷരാർത്ഥത്തിൽ അത് ഞെട്ടിക്കുക തന്നെയാണ് നമ്മളെ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫും അതിഗംഭീരമായിരിക്കുന്നു. അങ്ങനെ സിനിമ ഓൾറെഡി ഒരു സൂപ്പർ സിനിമയായി മാറിയിരിക്കുന്നു. ഇക്കുറി അതൊരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ എന്ന് ഉറപ്പിക്കാം. അതെ, വീണ്ടും ഒരു പുതുമുഖ നായികയുടെ അതിഗംഭീര ചിത്രവുമായി നമ്മൾ കാണുകയാണ്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും കമൻസ് ആയിട്ട് വരാം. ഒരു മികച്ച സിനിമ, നല്ല സിനിമ കണ്ട കാഴ്ച നമുക്ക് ഇവിടെ തുടക്കത്തിലൂടെ കാണാം. അതിഗംഭീര തുടക്കമെന്ന് ഞങ്ങൾ പേരിടുന്നു ഈ ഒരു ചിത്രത്തെ. അപ്പോൾ നിങ്ങൾക്ക് കമൻസുമായിട്ട് വരാം. ഗ്രേറ്റ് മീഡിയാസ്.